ഉസ്താദ് അവറുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ മൗലീദിൻ്റെ സദസ്സ് ആരംഭിക്കും. അകലെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് നമ്മുടെ പരിസരത്തിൽ ഇവിടെ സജ്ജമാക്കിയ വേദിയിൽ ഇരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ബഖ്തിയാരുൽ കഅക്കി റളിയല്ലാഹു അൻഹുവിനോട് പല ആളുകൾക്കും അസൂയ വരികയാണ്. കൊട്ടാരത്തിലുള്ള പലരും അസൂയപ്പെടുന്നു. ബഖ്തിയാരുൽ കഅക്കി റളിയല്ലാഹു അൻഹുവിന്റെ പേരിന് ദോഷമുണ്ടാക്കാൻ, തന്റെ സ്ഥാനത്തിന് ഇടിവ് വരുത്താൻ വേണ്ടി അവർ ഗൂഢാലോചന നടത്തുന്നു. ഒരു ദിവസം ഇതാ സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ അരികത്തേക്ക് ഒരു സ്ത്രീ 2 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെയുമായി, കേവലം 2 മാസം പ്രായമുള്ള ചെറിയ പിഞ്ചു കുഞ്ഞനുമായി രാജാവിന്റെ മുന്നിലേക്ക് പോയിക്കൊണ്ട് പറയുന്നു, ഓ രാജാവേ, ഓ സുൽത്താൻ, എനിക്ക് നീതി വേണം, എനിക്ക് നീതി വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. രാജാവ് ചോദിക്കുകയാണ്. സുൽത്താൻ ഇൽതുമിഷ് എന്നവർ ചോദിക്കുന്നു, എന്താണ് സംഭവം? ആ സമയത്ത് അവിടുന്ന് ആ സ്ത്രീ മറുപടി പറയുകയാണ്, ഓ പ്രിയപ്പെട്ട രാജാവ്, ഈ കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞ് ബഖ്തിയാരുൽ കഅക്കി തങ്ങളെ കുഞ്ഞാണ്. ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീനുൽ ബഖ്തിയാരുൽ കഅക്കി റളിയല്ലാഹു അൻഹു, ഖാജ തങ്ങളെ ഖലീഫയായ ബഖ്തിയാരുൽ കഅക്കി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആലോചിച്ചു നോക്കുക. വ്യഭിചാരാരോപണം നടത്തുകയാണ്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് ഞാനുമായി സംഗമിച്ച് അതിൽ ഉണ്ടായ കുഞ്ഞാണ് ഇത്. ഇപ്പോൾ ഞാൻ പ്രസവിച്ചപ്പോൾ എന്നെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം കല്യാണം കഴിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് എനിക്ക് നീതി വേണമെന്ന് ഈ ഒരു സ്ത്രീ സുൽത്താൻ ഇൽതുമിഷ് എന്ന രാജാവിനോട്, ബഹുമാനപ്പെട്ട ഇൽതുമിഷ് രാജാവിന്റെ ശൈഖായ ബഖ്തിയാരുൽ കഅക്കി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതി പറയുകയാണ്, ആരോപണം ഉന്നയിക്കുകയാണ്. എത്ര വലിയ ആരോപണമാണ് മഹാനവറുകളെ കുറിച്ച് ഉന്നയിച്ചത്, ആലോചിച്ച് നോക്കുക. ഒരു ശൈഖിനെ കുറിച്ചാണ്. അത്ഭുതപ്പെട്ടു പോയി. തന്റെ പ്രിയപ്പെട്ട ഗുരുവിനെ കുറിച്ചാണോ ഈ പറയുന്നത്? വലിയ ബേജാറായി. കൊട്ടാരത്തിലും പരിസരത്തിലും നാട്ടിലുമൊക്കെ ഈ ഒരു വിഷയം അറിഞ്ഞു. എല്ലാവരും അത്ഭുതത്തോടെയാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ബഹുമാനപ്പെട്ട ബഖ്തിയാരുൽ കഅക്കി